നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷാപ്പിലെ ചെമ്മീൻ കറിയാണ്. നല്ല എരിവുള്ള ഷാപ്പിലെ ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വരും, നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമ്മുടെ ഷാപ്പിലെ ചെമ്മീൻ കറി തയ്യാറാക്കാനുള്ള നമ്മൾ ഉരുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 50 ഗ്രാം ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 50 ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ലൈറ്റ് ബ്രൗൺ കളറായി വരണം. ഇഞ്ചിയും വെളുത്തുള്ളി ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിവിടെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് നന്നായി ഒന്ന് മൂത്ത് വരണം. ഈ കൂട്ടത്തിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും പച്ചമുളകും നന്നായി വാടി വരുമ്പോൾ നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തക്കാളി നന്നായി വാടി വരണം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മസാലയിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യമേ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളുടെ കുത്തലെല്ലാം മാറി കിട്ടുന്നത് വരെ നമുക്ക് നന്നായി നമ്മുടെ മസാല മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല മൂപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം സ്ലോയിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ മസാല നന്നായി മൂത്ത് പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി തയ്യാറാക്കി വെച്ച നമ്മുടെ ചെമ്മീൻ, 1/2 കിലോ ചെമ്മീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് നന്നായി മസാലയുമായിട്ട് നമ്മുടെ ചെമ്മീൻ മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മസാലയുമായി ചെമ്മീൻ നന്നായി മിക്സായി വന്നു കഴിയുമ്പോൾ ഒരു വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം, സ്റ്റോക്ക് വാട്ടർ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വാളംപുളി ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തക്കാളി ചേർത്തുകൊണ്ട് ഓൾറെഡി പുളിയുണ്ട്. വാളംപുളിയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 150 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് നന്നായി നമ്മുടെ ചെമ്മീൻ കുക്കാക്കി എടുക്കാം. നമ്മുടെ ചെമ്മീൻ കറി ഏകദേശം 5-6 മിനിറ്റോളം നന്നായി മൂടിയിരുന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. നമ്മുടെ ചെമ്മീൻ കറി നന്നായി വെള്ളമെല്ലാം നന്നായി വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. ഇനി നമുക്കിതിലോട്ട് നല്ല നാടൻ കറിവേപ്പില നമുക്കൊന്ന് കൈക്ക് ചെറുതായി ഒന്ന് തിരുമി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
നല്ല ഫ്ലേവറാണ് വരുന്നത്. നമ്മുടെ ചെമ്മീൻ നല്ല വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് തിളച്ച് വരുമ്പോൾ ഉള്ള നല്ല ആ മണം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫാക്കി ഒരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷാപ്പ് ചെമ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.